സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഭാവി വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുമാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വാദം. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിവരങ്ങളുമായി സലിം, ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വികസന സദസ്സാണ്. സ്വാഭാവികമായും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്ത കാര്യങ്ങൾ, വികസന പദ്ധതികൾ, അതെന്തെല്ലാമാണ്, അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായാണ് ഇത് തുടങ്ങുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ, പറയും. ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. സ്വാഭാവികമായും സർക്കാരിന്റെ ഒരു പരിപാടി അത് രാഷ്ട്രീയ പ്രചരണത്തിനല്ല എന്നവർ പറയുമ്പോഴും അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒപ്പം തന്നെ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്നാണ്. പ്രതിപക്ഷത്തിന് ഉൾപ്പെടെ ക്ഷണമുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണമാണ് ചടങ്ങിന് പിന്നിൽ എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. നവകേരള സദസ്സിന് സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ നഗരസഭ, പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ, കോർപ്പറേഷൻ തലങ്ങളിലേക്ക് ഈ വികസന സദസ്സ് സംഘടിപ്പിക്കാനാണ് തീരുമാനം. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി നിർവഹിക്കുക. ഒപ്പം മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GRL തുടങ്ങിയവരും ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. അതിനുശേഷം ഒക്ടോബർ 20 വരെയാണ് നിലവിൽ ഈ വികസന സദസ്സുകൾ പലയിടങ്ങളിലായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് തൊട്ടുപിറകെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമോ എന്നറിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും വരെയും ഈ നിലയിലുള്ള വികസന സദസ്സുകൾ തുടരും. അത് അടുത്ത ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വികസന നിർദ്ദേശങ്ങൾ രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും അതിനുമപ്പുറത്തേക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ ചെയ്ത വികസന പദ്ധതികൾ ഉൾപ്പെടെ എത്തിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രചരണം എന്ന നിലയിലേക്ക് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആലോചിക്കുന്നത്. വലിയ വിമർശനം സ്വാഭാവികമായും പഞ്ചായത്ത് തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് ബദൽ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ആലോചനയും കോൺഗ്രസിനുള്ളിലുണ്ട്. സ്മിത ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങളുമായി ചേർന്നത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.